നമ്മൾ ബാക്കി 2 റിസൾട്ട് പറയും മുൻപ് ഉമ്മർ നൌഷാദ് പറയുന്നുള്ളൂ, ഇത് നിങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്, പുറത്തുനിന്ന് ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഇതെന്ത് സർവേ, സ്വയം സർവേ എന്ന് ചോദിക്കുന്നുണ്ട്. ന്യായമായ സംശയമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ മാറുന്ന കാലത്ത് മാറുന്ന ഭാഗത്ത് എസ്കേൻ പറയുന്ന പോലെ നമ്മുടെ കസേര എവിടെയാണ് എന്ന് നമ്മൾ നടത്തിയ ഒരു ആത്മാന്വേഷണമാണ്, നമ്മൾ നടത്തിയ ഒരു സ്വയം അന്വേഷണമാണ് ഇത്തരത്തിൽ ചോദ്യങ്ങളായി. അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നേ ഉള്ളൂ. നമ്മൾ പിന്നെയും പറയുന്നുണ്ട്, നമ്മൾ എടുത്ത സർവേകൾ ഏതെങ്കിലും തരത്തിൽ അരൂപികളോ ഏതെങ്കിലും തരത്തിൽ അദൃശ്യ മനുഷ്യരോ അല്ല, വിലാസമുള്ള യഥാർത്ഥ മനുഷ്യരോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അവരുടെ കൃത്യമായ വിവരങ്ങൾ, അതിൻ്റെ മെത്തഡോളജി, അതിൻ്റെ രീതികളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. നമ്മൾ ധൈര്യത്തോടെ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അതാര്യതയില്ല, ഇത് സുതാര്യമാണ്. നമ്മൾ ചോദിച്ചവരുടെ ചോദ്യാവലി അടക്കം, ചോദിച്ച ചോദ്യങ്ങളടക്കം ഒക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ സമയക്കുറവ് കാരണം നമുക്കിവിടെ വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നതേ ഉള്ളൂ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്ത കാണാൻ എന്താണ് സർവേയിൽ പങ്കെടുത്തവർ 2ാം പ്രിഫറൻസായി, 2nd പ്രിഫറൻസായി തിരഞ്ഞെടുത്ത ചാനൽ എന്നാണ് അടുത്ത കാറ്റഗറി. 34% ആളുകളും അവരുടെ 2nd ചോയ്സായും തിരഞ്ഞെടുത്തത് ഏഷ്യാനെറ്റ് ന്യൂസിനെയാണ്. എന്ന് പറഞ്ഞാൽ 3rd ചോയ്സായും 2nd ചോയ്സായും ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനെയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ഈ വെബ്സൈറ്റിൽ പോയി നമ്മുടെ ചോദ്യാവലിയും അതിന് ഈ പറഞ്ഞ 2nd 3rd എന്ന ഭാഗത്ത് ആൾക്കാർ പറയുന്ന ആ റിസൾട്ടും കൂടി നോക്കിയാൽ എന്തുകൊണ്ടാണ് 3rd ചോയ്സായും 2nd ചോയ്സായും ഏഷ്യാനെറ്റ് ന്യൂസിനെ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയാം. സർവേയുടെ ഫലം പരിശോധിക്കുമ്പോൾ 3ാം പ്രിഫറൻസായും 2ാം പ്രിഫറൻസായും വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. 2nd ചോയ്സായി വരുന്നത് അത് 34% ആളുകളും 2nd ചോയ്സായും കാണാൻ ആഗ്രഹിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട $1 ബില്യൺ ചോദ്യം. കേരളത്തിലെ വാർത്താ ചാനലുകൾക്കിടയിൽ ജനപ്രിയതയിൽ 1ാം സ്ഥാനം ആർക്കാണ്? സർവേയിൽ പങ്കെടുത്ത 2834 പേരിൽ 82% പേരും പറഞ്ഞത് ഒരൊറ്റ പേരാണ്. ആ പേര് ഏതാണ്? ആ പേര് 24 എന്ന പേരാണ് പറഞ്ഞത്. 82%, നമ്മുടെ സർവേയിൽ പങ്കെടുത്ത 2834 പേരിൽ 82% പേരും പറഞ്ഞത് ഒറ്റ പേരേ ഉള്ളൂ, അത് 24 ആണ്. ഒരു പേരെ അവർ പറയുന്നുള്ളൂ. പിന്നീട് 2nd പ്രിഫറൻസ്, 3rd പ്രിഫറൻസ്, ആ കണക്ക് നിങ്ങൾ നേരത്തെ കണ്ടു. അപ്പോൾ അതാണ് നമ്മുടെ സർവേ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ 24 ജനമനസ്സുകളിൽ പതിഞ്ഞു പോകുന്നത് എന്ന ചോദ്യമുണ്ട്. പ്രധാന ചോദ്യമാണ്. കാരണം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുമ്പോൾ വരെ മലയാളിയുടെ നിത്യജീവിതത്തിൽ ഈ വാർത്താ ചാനലുകൾ ഒരു നിഴൽ പോലെ സഞ്ചരിക്കുന്നുണ്ട്. ദൃശ്യാനുഭവത്തിൻ്റെ കരുത്തു തന്നെയാണ് ആ ചാനലുകളെ ജനപ്രിയമാക്കിയത്, അതിൽ യാതൊരു സംശയവുമില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് 24 മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്നായി അറിയാം. നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ വരുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ മാത്രം മതി. അതുവരെ ഉണ്ടായിരുന്ന വാർത്താ വഴികളിൽ നിന്ന് മാറി നടന്നു, മസിൽ പിടിക്കാതെ പ്രേക്ഷകരോട് ചേർന്ന് നിന്ന്, അല്ലെങ്കിൽ അവരുടെ തോളിൽ കൈയിട്ട് കാര്യങ്ങൾ പറയും മട്ടിൽ വാർത്തകളുടെ ലളിതാവതരണം, എന്നാൽ അതിലെ കണ്ടന്റ് ഗൗരവം ചോരാതെയാണ് മലയാളി ഹൃദയങ്ങളിലേക്ക് 24 ആഞ്ഞെത്തിയത്. അതുമാത്രമല്ല, വാർത്ത കേവലം വാർത്ത മാത്രമല്ലെന്നും അത് ഇടപെടലാണെന്നും ആലംബഹീനരെ, സങ്കടപ്പെടുന്നവരെ, വാർത്താവഴിയിൽ നമ്മൾ കാണുന്ന കരയുന്ന മുഖങ്ങളെ ചേർത്തുപിടിക്കലാണെന്നും തെളിയിച്ചത് പുതിയൊരു വാർത്താ സംസ്കാരമായി. അതുണ്ടാക്കുന്ന ഒരു ജനസമ്മതി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചെറുതല്ല. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ ആർ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വം ഒക്കെയും 24ന്റെ ഈ വാർത്താ വഴിയിൽ പ്രേക്ഷക ഹൃദയങ്ങൾ ജനപ്രിയർ ഒന്നാമതാവാൻ അതിന് കരുത്താവുന്നുണ്ട്. ദൃശ്യാനുഭവം പോലെ ഹൃദ്യമായ ശ്രവ്യാനുഭവവും സമ്മാനിക്കാൻ കഴിഞ്ഞത് വീട്ടമ്മമാർക്കും വയോധികർക്കും ഏറെ സഹായകരമായി. കൊച്ചുകുട്ടികൾ പോലും 24ന് ഇഷ്ടക്കാരായി മാറി. ഇത് ഞങ്ങൾ പറയുന്നതല്ല, നേർസാക്ഷ്യങ്ങളുണ്ട്, കേൾക്കും. 24 വാർത്ത മാത്രമേ വെക്കാറുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും 24 തന്നെയാണ്. രാവിലെ നേരം എഴുന്നേൽക്കുമ്പോൾ തന്നെ 24ന്റെ പാത്രമുണ്ട് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ചാനലും വയ്ക്കാറില്ല. രാവിലെ എനിക്കോ 24 വയ്ക്കുമോ, ജോലികൾ ചെയ്യുമോ, വാർത്ത വയ്ക്കുമോ. 24 സ്ഥിരം കാണാറുള്ളതാണ്. നല്ല അഭിപ്രായമാണ്. ജനകീയമായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു ചാനലാണ് 24. അമ്മൂമ്മ എപ്പോഴും ഇതിലാണ് ന്യൂസ് വയ്ക്കുക 24. ശ്രീകണ്ഠനാര പരിപാടികളൊക്കെ വാർത്താ ചാനലും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും വീക്ഷിക്കാറുണ്ട്. വാർത്തയുടെ വ്യക്തത തേടി പോകുന്ന ഒരു ചാനൽ 24 ആയിട്ടാണ് എനിക്ക് തോന്നിയത്. രാവിലെ വെളുപ്പിന് അങ്കാലത്തെ വാർത്താ ചാനൽ വെക്കാറുണ്ട് 24. ശ്രീകണ്ഠനായ നല്ലൊരു അഭിപ്രായമുള്ള സമയോചിതമായ ഇടപെടൽ നടത്തി കൃത്യമായി വാർത്തകൾ പറയുന്ന ഒരു ചാനലാണ്. തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടിക്കൊക്കെ ശ്രീകണ്ഠൻ നായരുടെ എനർജി ലെവൽ പക്കയാണ്. ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഞങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും സാധാരണ കാണുന്ന 24 ന്യൂസ് ആണ്. എല്ലാ വാർത്തകളും വരുമ്പോൾ അത്യാവശ്യം 24 ആണ്. മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും എപ്പോഴും ന്യൂസ് കാണുന്ന ഇതാണ്. 24 ചാനൽ വളരെ നല്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കാണുന്നുണ്ട്. 24 കാണാറുണ്ട്. വാർത്തകൾ നല്ലതാണ്. അവതരിപ്പിക്കുന്ന രീതികളാണെങ്കിലും എല്ലാം മനോഹരമായിട്ടാണല്ലോ. ശ്രീകണ്ഠൻ നായർ എന്നും കണി കാണാറുണ്ട്, എന്ന് കാണാറുണ്ട്, എപ്പോഴും കാണാറുണ്ട്. ശ്രീകണ്ഠൻ സാറിന് നല്ല സൂപ്പർ പരിപാടി. എന്തെങ്കിലും അത്യാവശ്യം വാർത്ത അറിയാൻ വേണ്ടി ആദ്യം വെക്കുന്ന 24 ആണ്. പ്രാദേശികമായിട്ടും ദേശീയമായിട്ടൊക്കെയുള്ള എല്ലാ വാർത്തകളും അറിയാൻ പറ്റുന്നുണ്ട്. 24ലാണ് ഞങ്ങൾ മെയിനായിട്ട് വാർത്തകളെല്ലാം
പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ നോക്കി കാണുന്നത്. വാർത്തകൾ കാണാറുണ്ട്. നമ്മുടെ മൊബൈലിനകത്ത് സംഗതികളെല്ലാം ഉണ്ട്. നമ്മളെ കണ്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ സത്യസന്ധതയുള്ള ചാനലാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ 24 കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ മിഷൻ എപ്പോഴും നമ്മൾ 24 ന്യൂസ് ചാനലാണ് കാണുന്നത്. ഒത്തിരി ഇൻഫോർമേഷൻ എല്ലാം തരും. മോർണിംഗ് ഷോ ആണ് കൂടുതൽ കാണാറുള്ളത്. ന്യൂസെല്ലാം പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്ഡേറ്റ് എല്ലാം കൃത്യമായി തന്നെ കിട്ടുന്നുണ്ട്. സെറ്റാണ്, അടിപൊളിയാണ്. യെസ്, അപ്പോൾ സോ Y24 എന്നതിൻ്റെ ഉത്തരം അവർ പറയുകയായിരുന്നു നമ്മളോട്. ഈ പറയുന്ന അതൊക്കെ എന്താണ് യഥാർത്ഥ പ്രതികരണങ്ങൾ തന്നെയാണല്ലോ. ഇന്ന് പറയും പോലെ തന്നെ നമ്മൾ പിന്നെയും പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഈ പറയുന്ന നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ ചോദിച്ച ആൾക്കാർ അവരുടെ പുറത്ത് പറയാൻ കഴിയുന്ന എല്ലാവരും പുറത്ത് നോക്കാൻ കഴിയില്ല. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവർ ബുദ്ധിമുട്ടും. അത് കാരണം മറച്ചു വെക്കാൻ കഴിയുന്ന വിവരങ്ങൾ മറച്ചു വെച്ച് പുറത്ത് പറയാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ പുറത്തുണ്ട്. അത് സുതാര്യമാണ്. റോബർട്ട് ഫ്രോസ്റ്റ് പറയും പോലെയാണ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഇനിയും ഏറെ ദൂരമുണ്ട് മുന്നോട്ട് പോകാൻ. കരുത്താവുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളാണ്. നിങ്ങളുടെ സ്നേഹവായ്പാണ്, പിന്തുണയാണ്. പ്രോത്സാഹനങ്ങളും കടുത്ത വിമർശനങ്ങളും ഇനിയും അതേപോലെ തന്നെ തുടരുക. അതുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഈ പ്രത്യേക ലൈവ് ഷോയുടെ പൂർത്തിയാകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് 24 മലയാളികളുടെ ഹൃദയപക്ഷം. ഗുഡ് ബൈ.